പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിലെയും നാഥായ നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. പരിശുദ്ധനും സുധീരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വളർന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിലെയും നാഥായ നീക്കും. സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുകയും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 2, 8 മുതൽ 17 വരെയുള്ള ദിവസങ്ങൾ. അവിടുന്ന് കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഒന്നാമത്തേതിന്റെ പേര് കിഷോർ. അത് സ്വർണത്തിന്റെ നാടായ ഹവില മുഴുവൻ ചുറ്റിയൊഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കരികളുമുണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് ഗീഹോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റിയൊഴുകുന്നു. മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്നു. നാലാമത്തെ നദി യൂഫ്രട്ടീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊടുക്കുക. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നിശബ്ദരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി.
അവയിൽ എന്നെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്നെ കൈവയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹിക്കുക, വിശ്വസിക്കുക. തോമസിഹായെ പോലെ ഈശോയുടെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഭാരതത്തിന്റെ അപ്പസ്തോലൻ ദുഃഖാന തിരുനാൾ കാരണവന്മാർ പറയുമായിരുന്നു തോടാന തിരുനാളെന്നും. ആനകൾ ഒഴുകി വരുന്ന, അത്രമാത്രം മഴ പെയ്യുന്ന ഒരു ദിനം എന്ന ഒരു ചിന്തയും ഉണ്ടായിരുന്നു. ഈ ദുഃഖാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തോമാസ്ലിഹായെ പോലെ തമ്പുരാനെ സ്നേഹിക്കുക എന്ന്. ഏറ്റവും അധികം തമ്പുരാൻ സ്നേഹിച്ച ശിഷ്യനാരാണ് എന്ന് ചോദിച്ചാൽ അത് യോഹന്നാൻ സ്ലീഹായാണ് എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ തമ്പുരാനെ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ സുവിശേഷ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുവാനായി സാധിക്കും, അത് തോമാസ് ലീഹായായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ താൻ ഏറെ സ്നേഹിച്ച ലാസർ മരിച്ചു എന്നറിയുമ്പോൾ ആ ഭവനത്തിലേക്ക് പോകുവാൻ വെമ്പൽ കൊള്ളുന്ന ഈശോയെ നമുക്ക് കാണുവാനായി സാധിക്കും. ബെഥാനിയിലേക്ക് പോകുക അപകടമാണെന്ന് എല്ലാവർക്കും അറിയാം. അവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും എന്നതിന് സാധ്യതയുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ അസ്വസ്ഥത ശിഷ്യന്മാരിൽ പ്രകടമാണ്. അവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് തോമാസ് ലീഗ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വചനത്തിൽ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന്. സ്നേഹിക്കുന്നതിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്ന യേശുവിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുവാനുള്ള ധൈര്യം തോമാസ് ലീഗ മറ്റു ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. അത്രമാത്രം യേശുവിനെ അവൻ സ്നേഹിച്ചിരുന്നു. ജീവൻ കൊടുക്കുവാൻ മാത്രം അവൻ യേശുവിനെ സ്നേഹിച്ചിരുന്നു. 12 സ്ത്രീകന്മാർ യൂദാസ് അവനെ കൊറ്റിക്കൊടുത്തു. അതിനുശേഷം ആത്മഹത്യ ചെയ്തു. മറ്റ് 11 പേരിൽ യോഹന്നാൻ സ്ലീഹ ഒഴികെ യോഹന്നാൻ സ്ലീഹായ്ക്ക് അവസരമുണ്ടായിരുന്നില്ല. മറ്റു സ്ത്രീകന്മാരെല്ലാവരും രക്തസാക്ഷികളാകുകയായിരുന്നു. ജീവൻ കൊടുത്ത് തമ്പുരാനെ സ്നേഹിക്കുകയായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിലും അവന്റെ സ്നേഹം പ്രകടമാക്കി നമുക്ക് കാണുവാനായി സാധിക്കും. ശാഠ്യം പിടിക്കുന്ന തോമാസ് ലീഗ, സ്നേഹത്തിന്റെ നിറവിലാണ് അവൻ ശാഠ്യം പിടിക്കുക. ഞാൻ വിശ്വസിക്കുകയില്ല, അവനെ എനിക്ക് കാണണം, കേട്ടറിഞ്ഞാൽ മാത്രം പോരാ, കണ്ടറിയണം, അനുഭവിച്ചറിയണം എന്ന് വ്യക്തമായി പറയുകയാണ്. സാധാരണഗതി മറ്റുള്ളവർക്ക് കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല, എന്നെ മാത്രം അവഗണിച്ചു, തഴഞ്ഞു എന്ന ചിന്ത വരുമ്പോൾ പിരിഞ്ഞു പോകാറുള്ള, വഴക്കിട്ട് പോകുവാനുള്ള സാധ്യതയാണ്. എന്നാൽ തോമാസ് ലീഗയെ സംബന്ധിച്ചിടത്തോളം തോമാസ് ലീഗ സ്നേഹശാഠ്യവുമായി കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന്റെ നിറവാണ് യേശുവിന്റെ പ്രത്യക്ഷീകരണം.
എന്തൊക്കെ ആവശ്യപ്പെട്ടുവോ ആ ആവശ്യപ്പെട്ടതെല്ലാം ഒന്നൊന്നായി നടത്തിക്കൊടുക്കുന്ന തമ്പുരാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത. സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ എന്താവശ്യവും നടത്തിക്കൊടുക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. അതേ മനസ്സ് തന്നെ കാണിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓർമ്മപ്പെടുത്തുകയാണ്, തോമാസ്ലീഹായെ പോലെ തമ്പുരാനെ സ്നേഹിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ തമ്പുരാൻ നടത്തി തരും. രണ്ടാമതായിട്ട് ദൈവം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ബോധ്യങ്ങളുള്ള വ്യക്തിത്വങ്ങളായിരിക്കണമെന്ന്. ബോധ്യമുള്ളത് കൊണ്ടാണ് തോമാസ്ലീഹ പറയുക, അവനോടൊപ്പം മരിക്കാനായി നമുക്ക് പോകാമെന്ന്. അവനാരാണ് എന്നും അവൻ എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്നും അവന്റെ ശിശുത്വത്തിന്റെ മഹത്വവും അറിയാവുന്നത് കൊണ്ടാണ് തോമാസ്ലീഹ പറയുക, അവനോടൊപ്പം പോയി നമുക്ക് മരിക്കാമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പിതാവിലേക്കുള്ള വഴിയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഞാൻ പോകുകയാണ്, ഞാൻ പോയി നിങ്ങൾക്കായി വഴിയൊരുക്കാം, നിങ്ങൾ അസ്വസ്ഥരാകണ്ട എന്ന് പറയുന്നു. അത് മനസ്സിലാകാത്ത തോമാസ്ലീഹ ചോദിക്കുകയാണ്, സംശയ നിവാരണം നടത്തുകയാണ്, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾക്ക് എങ്ങനെയാണ്? വ്യക്തതയിലേക്ക്, ബോധ്യങ്ങളിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ബോധ്യങ്ങൾ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന തോമാസ്ലീഹയാണ് ഇവിടെ പ്രകടിതമാകുക. അവിടെയാണ് ഈശോ പറയുക, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഇന്നത്തെ സുവിശേഷവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബോധ്യങ്ങൾ ജീവിക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്ന തോമാസ്ലീഹ. മറ്റു ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങൾ ഉദ്ധിതരെ കണ്ടു എന്ന്. തോമാസ്ലീഹ പറയുകയാണ്, കണ്ട് കേട്ട് ഞാൻ വിശ്വസിക്കുകയില്ല, കണ്ടും ഞാൻ വിശ്വസിക്കുകയില്ല, അതിനപ്പുറത്തേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അനുഭവിക്കണം, എനിക്ക് വ്യക്തമായി അനുഭവിക്കണം. അവന്റെ മുറിവുകൾ എനിക്ക് കാണണം. കണ്ടാൽ മാത്രം പോരാ, അവന്റെ മുറിവുകളിൽ എനിക്ക് കൈവിരലിടണം. കൈവിരലിട്ടാൽ മാത്രം പോരാ, അവന് ശരീരമുണ്ട് എന്ന് ബോധ്യം വരുവാനായിട്ട് അവന്റെ പാർശ്വത്തിൽ തന്നെ കൈവയ്ക്കുകയും ചെയ്യണം. ബോധ്യങ്ങൾ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന തോമാസ്ലീഹ. സ്നേഹമുള്ളവർ, സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തോമാസ്ലീഹയെ പോലെ തമ്പുരാനെ സ്നേഹിക്കുവാനായിട്ട്, തോമാസ്ലീഹയെ പോലെ അനുഭവിച്ച് തമ്പുരാനെ വിശ്വസിക്കുവാനായിട്ട്, തോമാസ്ലീഹയെ പോലെ വ്യക്തമായ ബോധ്യങ്ങൾ തമ്പുരാനെ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് തോമാസ്ലീഹയുടെ ശിഷ്യത്വത്തിലേക്ക് നാമും വളരുക. അങ്ങനെ വളരുവാനായിട്ട്, അനുഗ്രഹീതരാകുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തോമാസ്ലീഹയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളെ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. വഴി സത്യം ജീവനാകുന്നു എന്ന് ഞങ്ങൾ വെളിപ്പെടുത്തിയ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേ, ദൈവമേ, എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നിന്നോട് വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാസ്ലീഹയെ പോലെ കർത്താവ് ദൈവമായി ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് അവരോട് പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ അനുഭവിച്ച തോമാസ്ലീഹയെ പോലെ നിന്നെ പ്രതി ജീവൻ പോലെ ധരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ തോമാസ്ലീഹയുടെ മാതൃകയനുസരിച്ച് സത്യവിശ്വാസികളുടെ വരുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ സഭയിൽ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയുടെ പാവനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. തനിക്ക് മാസമുദ്രത്തിൽ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കഴികളെ നമ്മുടെ യോഗങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കാം. വിശ്വാസികളുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങയുടെ രാജ്യമായ തുതി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ധനവിധാനബോധത്തിലെയും മരണത്തിലെയും സംസ്കാരത്തിലെയും ഉദ്ധാനത്തിലെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുഖവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും റൂഹാൻ സഹവാസവും
അങ്ങനെ മഹത്വമേറിയ തുത്തി സ്വർഗവാസികളായിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങനെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി
പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരാനങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയാൽ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. തിരുനാമത്തിന് സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രകൃത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ നല്ല ദൈവത്തോട് ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തോമസിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ
ജീവിക്കുന്ന കർത്താവേ ശംസിഹായുടെ പാവനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായ ശരീരത്തോട് ജീവിതങ്ങൾ വിവാഹങ്ങൾ ഈ പള്ളിയിളവക പണമാക്കുന്ന വർഗീസ് ബിന്ദു മകൻ ചാർലിയും ചുവരക്കോട് സെന്റ് ജോർജ് ഇളവക കവളക്കാട്ട് ജെയിംസ് ബിന്ദു മകൾ മരിയയും തമ്മിൽ വിവാഹിതരാകാൻ നിശ്ചയിച്ചിരിക്കുന്നു. പരിശുദ്ധമായ കൃപാകർത്താവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പൗരാണികളാകുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ അവൻ ഞങ്ങൾക്ക് കൃപ നൽകി. അവന്യമായി ദാനത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. വിശുദ്ധ വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ പോവുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവന്റെ അച്ചാരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. മാർത്തോമായെ പോലെ ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലും അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച് നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സുവിശേഷത്തിൻ സന്ദേശം ഭാരതനാടിൻ നൽകിയ മാർത്തോമായെ സകലേശൻ കരുണ പൂർവ്വമായല്ലോ. വിശ്വാസത്തിൻ പാസു
പുത്രി